അഖണ്ഡമണ്ഡലാകാരം വ്യാപ്തം യേന ചരാചരം തത്പദം ദർശിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. അഖണ്ഡാനന്ദബോധായ ശിഷ്യസന്താപഹാരിണേ സച്ചിദാനന്ദരൂപായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരാ ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്രീ ഗുരുഭ്യോ നമഃ. ഇന്ന് ഗുരുപൂർണിമയാണ്. വ്യാസപൂർണിമ എന്നും അറിയപ്പെടുന്ന ദിനമാണ്. ആഷാഢമാസത്തിലെ പൗർണമി നാളിലാണ് ഭഗവാൻ ശ്രീ വേദവ്യാസൻ പിറന്നത് എന്നാണ് സങ്കല്പം. അപ്പോൾ ഭഗവാൻ ശ്രീ വേദവ്യാസനെ മഹാഗുരുവായി കണ്ട് പ്രണമിക്കുക കൂടെയാണ് നാം ഇന്നത്തെ ദിവസം. ആ മഹാഗുരുവിലൂടെയാണ് വൈദികവും ദൈവീകവുമായ പരമജ്ഞാനം മനുഷ്യരാശിക്ക് പകർന്നു കിട്ടിയത്. അറിവിനും അറിവായ വേദശാസ്ത്രത്തെ നാലായി വ്യസിച്ചതുകൊണ്ടാണ് കൃഷ്ണദ്വൈപായനൻ വ്യാസനായി മാറിയത്. വ്യസിച്ചവൻ വ്യാസൻ. കൃഷ്ണദ്വൈപായനൻ, ബാദരായണൻ തുടങ്ങിയ നാമങ്ങളെല്ലാം വ്യാസനെ സൂചിപ്പിക്കുന്നു. ഇന്നത്തെ ദിവസത്തിന് മറ്റനേകം പ്രത്യേകതകളുണ്ട്. മനുഷ്യകുലത്തിൻ്റെ ആദി ഗുരുവായി കണക്കാക്കപ്പെടുന്ന ശിവൻ, ശങ്കരൻ, ആ ശങ്കരൻ ആഷാഢമാസത്തിലെ പൗർണമി ദിനത്തിലാണ് സപ്തർഷികൾക്ക് അറിവ് പകർന്നു കൊടുത്തത് ആദ്യമായി എന്നാണ് കണക്കാക്കപ്പെടുന്നത്. അതുപോലെ തന്നെ ശ്രീബുദ്ധൻ, അദ്ദേഹം ബുദ്ധനായ ശേഷം, ബോധോദയം ലഭിച്ച ശേഷം ആദ്യമായി തൻ്റെ ശിഷ്യരെ പൊതുവായി അഭിസംബോധന ചെയ്ത് സാരാനാഥിൽ വെച്ച് സംസാരിച്ച ദിനം കൂടിയാണ് ആഷാഢ പൂർണിമ. അപ്പോൾ മനുഷ്യകുലത്തിൻ്റെ ആദ്യ ഗുരുവായിട്ട് ശിവൻ അഥവാ ശങ്കരനാണ് എന്നാണല്ലോ നമ്മുടെ സങ്കല്പം. ശിവനിലൂടെയാണ് എല്ലാ വിശിഷ്ട ജ്ഞാനങ്ങളും ആദ്യം സപ്തർഷികളിലേക്കും പിന്നീട് മറ്റ് ഋഷിവര്യന്മാരിലേക്കും അവരിൽ നിന്ന് ശിഷ്യ പരമ്പരയിലേക്കുമൊക്കെ പകർന്നു കിട്ടിയത്. ആ ജ്ഞാനമാണ് മനുഷ്യൻ്റെ വെളിച്ചം. സദാശിവനിൽ ആരംഭിച്ച് ജഗദ്ഗുരു ശ്രീ ശങ്കരനിലൂടെ വികസിച്ച് അനേകം ഗുരുരൂപങ്ങളിലൂടെ ആ വെളിച്ചം പ്രകാശിക്കുന്നു. ഗുരു എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ഇരുട്ടിനെ നീക്കുന്നവൻ എന്നാണ്, പ്രകാശമെന്നാണ്. ഗു ഇരുട്ട്, അവിദ്യ. രു വെളിച്ചം, പ്രകാശം. ഇരുട്ട് അഥവാ അജ്ഞാനത്തിലേക്ക് ജ്ഞാനത്തിൻ്റെ വെളിച്ചമായി കടന്നു വരുന്നതാണ് ഗുരു. ഗുരു നമുക്ക് വെളിച്ചവും വിളക്കുമാണ്. ഈ ഭൂഗോളത്തിൻ്റെ ഒരു ആത്മീയ ഹൃദയമാണ് ഈ ഭാരതഭൂമി, ഭാരതഖണ്ഡം. ഇവിടെ നിന്നാണ് മനുഷ്യൻ താൻ സ്വയം എന്താണ് എന്ന അറിവിനെ മനനം ചെയ്തും ഖനനം ചെയ്തും എടുത്തത്. ഭാരതത്തിൻ്റെ ആത്മീയ സംസ്കാരം
ഗുരു ശിഷ്യ പരമ്പരകളിലൂടെയാണ് നിലനിർത്തപ്പെട്ടിട്ടുള്ളത്. ഗുരു എന്നത് നമുക്ക് ഏറ്റവും മഹനീയമായ ഒരു സങ്കല്പമാണ്. ഒരു സദ്ഗുരുവിനെ ലഭിക്കുന്നു അല്ലെങ്കിൽ ഒരു സദ്ഗുരുവിനെ ലഭിച്ചു എന്നതാണ് ഒരു മനുഷ്യജന്മത്തിൻ്റെ മഹാസൗഭാഗ്യമായി നാം കണക്കാക്കുന്നത്. സദ്ഗുരുവിനെ ലഭിച്ചവർക്ക് മാത്രമേ അതിൻ്റെ മഹനീയത അറിയാൻ കഴിയുകയുള്ളൂ. ത്വമേവ മാതാശ്ച പിതാത്വമേവ എന്ന വന്ദനം ഒരു യാഥാർത്ഥ്യമായി നാം അനുഭവിക്കുന്നത് നമ്മുടെ ഗുരുവിൽ നിന്നും മാത്രമാണ്. ഉപാധിരഹിതമായ ഒരു കണ്ടീഷൻസും ഇല്ലാത്ത കരുണ, സ്നേഹം, അത് ഗുരുവിൽ നിന്ന് മാത്രമേ നമുക്ക് അനുഭവിക്കാൻ കഴിയുകയുള്ളൂ. നമ്മുടെ അനുഭവത്തിൽ ഗുരു അതൊരു വലിയ സാഗരമാണ്. ആ സാഗരത്തിൽ ഒരു തരത്തിലുള്ള ഒരു നിബന്ധനയുമില്ലാതെ നീന്തി തുടിക്കാൻ സൗഭാഗ്യം ലഭിച്ചവരാണ് നാം. അങ്ങനെയുള്ള കരുണക്കടലായ, സ്നേഹസാഗരമായ, അറിവിൻ്റെ മഹാസമുദ്രമായ ഗുരുവിൻ്റെ, സദ്ഗുരുവിൻ്റെ നാമം ഉച്ചരിക്കാൻ പോലും നമുക്ക് പ്രയാസമാണ്. കാര്യം ഈ ശരീരത്തിൻ്റെ ഓരോ നിമിഷങ്ങളും ഗുരുകൃപയാലുള്ളതാണ് എന്ന് വിശ്വസിക്കുകയാണ് നാം. ഗുരുകൃപയാണ് എല്ലാം. ഗുരുനാഥൻ്റെ നാമം ഉച്ചരിക്കുന്ന ആ നിമിഷത്തിൽ തന്നെ നമ്മുടെ ഹൃദയം വിങ്ങും. ഒരു കണ്ണുനീരായിട്ട് ആ വിങ്ങലിങ്ങനെ ഒഴുകും. അത്രയ്ക്ക് ശ്രേഷ്ഠമാണ് ഗുരുവുമായുള്ള ശിഷ്യൻ്റെ ആത്മബന്ധം, ശിഷ്യരുടെ ബന്ധമെന്ന് പറയുന്നത്. ആ ഗുരുവിന്മേലുള്ള സമ്പൂർണ്ണ സമർപ്പണമാണ് ആത്മവിദ്യയിലേക്കുള്ള പ്രധാന പടി. ഗുരു സാക്ഷാത് ബ്രഹ്മം തന്നെ എന്ന് കണ്ട് ഒരു സംശയവുമില്ലാതെ, ഒരു സെൽഫ് റെസ്ട്രിക്ഷനും ഇല്ലാതെ ആ പാദങ്ങളെ അനുഗമിക്കുന്നവൻ ബ്രഹ്മം തന്നെ ആയിത്തീരുമെന്നതിൽ നമുക്ക് യാതൊരു സംശയവുമില്ല. ഗുരു ശിഷ്യനെ സ്വയം ഗുരു തന്നെ ആക്കി തീർക്കും. ഇനി നമുക്ക് ഗുരുവിൻ്റെ കൃപ ലഭിക്കണമെങ്കിൽ എന്തൊക്കെയാണ് ആവശ്യം? ഗുരുവിന് മുന്നിൽ നാം ലഘുവായിരിക്കുക, ഒരൊഴിഞ്ഞ പാത്രം പോലെ ചെന്നിരിക്കുക. എങ്കിൽ മാത്രമേ ഗുരുവിന് എന്തെങ്കിലും അവിടെ നിറയ്ക്കാനാകൂ. നമ്മുടെ അഹംഭാവം, പാണ്ഡിത്യം, ഗർവ്, ദേഹാഭിമാനം തുടങ്ങിയവയെല്ലാം മനഃപൂർവ്വമായി നീക്കി ഒരു ക്ലീൻ സ്ലേറ്റ് അല്ലെങ്കിൽ ഒന്നും എഴുതാത്ത ഒരു വെള്ള കടലാസ് പോലെ നാം ഗുരുവിൻ്റെ മുന്നിൽ ഇരിക്കുക. അവിടെ മാത്രമേ അദ്ദേഹത്തിന് എന്തെങ്കിലും എഴുതുവാൻ കഴിയുകയുള്ളൂ. ഗുരുഭക്തി, ഗുരുവിലുള്ള വിശ്വാസം, ഗുരുസേവ ഇവയെല്ലാം വളരെ പ്രധാനം തന്നെയാണ്. അതിനുള്ള അവസരം ലഭിക്കുന്നു എന്നത് ഒരു വലിയ അനുഗ്രഹം കൂടിയാണ്, മഹാ അനുഗ്രഹമാണത്. അതെല്ലാവർക്കും ലഭിച്ചു എന്ന് വരികയുമില്ല. ചിലരെങ്കിലും ഗുരു എന്നതിനെ അംഗീകരിക്കാൻ മടിയുള്ളവരുമാണ്. ഇപ്പോൾ തന്നേക്കാൾ പണ്ഡിതനായി ഒരാളുമില്ല, തനിക്കെല്ലാം അറിയാം, താനാണ് എന്തിൻ്റെയും അപ്പലേറ്റ് അതോറിറ്റി, ഞാൻ മഹാഭക്തനാണ്, ഞാനാണ് മഹാവേദാന്തി എന്നൊക്കെ കരുതുന്നവർക്ക് ഒരിക്കലും സദ്ഗുരുവിലേക്ക് എത്താൻ കഴിയില്ല. എന്തുകൊണ്ടാണ് എത്താൻ കഴിയാത്തത്? അവരവരുടെ ഈഗോയെ ബൂസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അവരുടെ ഇത്തരമുള്ള അഭിമാനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന എവിടെയെങ്കിലും ചെന്ന് ഇരിക്കാനാണ് കൂടുതൽ താല്പര്യപ്പെടുക. ഒരു സദ്ഗുരു ഒരിക്കലും നമ്മുടെ ഇത്തരത്തിലുള്ള വാസനകളെ വളരാൻ അനുവദിക്കുകയില്ല. കാര്യം ഈ വാസന ഏറ്റവും വലിയ അപകടമാണെന്ന് ഗുരുവിനേക്കാൾ നന്നായിട്ട് ആർക്കാ അറിയാവുന്നത്. അതുകൊണ്ട് തന്നെ ഗുരു നമ്മുടെ മണ്ടയ്ക്കടിക്കും, പത്തിക്ക് തന്നെ അടിക്കും. ആ അടി കിട്ടണം എന്ന് വിചാരിച്ചാൽ മാത്രം നമ്മൾ സദ്ഗുരുവിനെ അന്വേഷിച്ചാൽ മതി. അതുപോലെ തന്നെ ഒരു ശിഷ്യൻ പ്രധാനമായും ഒഴിവാക്കേണ്ട ഒന്നാണ് ഗുരു എന്ന ശരീരത്തിന്മേലുള്ള അഭിമാനം. എൻ്റെ ഗുരുവാണ് ഏറ്റവും ശ്രേഷ്ഠൻ, അല്ലെങ്കിൽ എൻ്റെ ഗുരു മാത്രമാണ് ശ്രേഷ്ഠൻ, മറ്റു ഗുരുക്കന്മാരെല്ലാം അതിന് താഴെയാണ് എന്ന് കരുതുന്നത് ഏറ്റവും വലിയ അജ്ഞാനമാണ്.
നമ്മുടെ ഗുരുനാഥൻ നമുക്ക് ആദ്യം തന്ന ഉപദേശങ്ങളിലൊന്നാണ് അത്. ഒറ്റ ചോദ്യം കൊണ്ട് ഗുരുവിന്മേലുള്ള മിഥ്യാഭിമാനത്തെ കളഞ്ഞു അദ്ദേഹം. ഞാൻ ഈ കാണുന്ന ശരീരമാണോ എന്നുള്ള ഒരൊറ്റ ചോദ്യം. അതുപോലെ കടന്നു പോകുന്ന ഓരോ ഇടത്തും കാണുന്ന ഓരോ മഹത്തുക്കളെയും വന്ദിക്കേണ്ടതാണ്. കാരണം ഒരു രൂപവും അന്യമല്ല, പല രൂപത്തിൽ കാണപ്പെടുന്നതെല്ലാം ഞാൻ തന്നെയാണ് എന്ന വലിയ അറിവ് അദ്ദേഹം നമുക്ക് തന്നു. കർശനമായും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമായിരുന്നു അത്. നമുക്ക് നമ്മുടെ ഗുരുവിൽ ഭക്തിയും സ്നേഹവും സമർപ്പണവും ഒക്കെ ഉണ്ട്. എന്നാൽ മറ്റുള്ളവരെല്ലാം നികൃഷ്ടരാണ് എന്ന് ചിന്തിക്കാൻ പാടില്ല. കാണുന്നതെല്ലാം തൻ്റെ ഗുരു തന്നെ എന്ന് കണ്ടു വണങ്ങിക്കൊള്ളുക. ഒരേ ബ്രഹ്മം തന്നെയാണ് അനേകായിരം ഗുരുരൂപങ്ങളായി പ്രകാശിക്കുന്നത്. ഓരോ വ്യക്തിക്കും അവരുടെ വാസനകൾക്കനുസരിച്ചുള്ള ഗുരുവിനെയാണ് ലഭിക്കുക. ഓരോ പ്രദേശത്തും ആ നാടിൻ്റെ വാസനകൾക്കനുസൃതമായ ഗുരുരൂപങ്ങളാണ് ഉദയം ചെയ്തിട്ടുള്ളത്. ഭക്തനു മുന്നിൽ പരമഭക്തനായും യോഗാഭ്യാസിക്ക് മുന്നിൽ മഹായോഗിയായും മുമുക്ഷുവിന് മുന്നിൽ പരമജ്ഞാനിയായും ആവിർഭവിക്കുന്നത് ഒരേ ബ്രഹ്മം തന്നെയാണ്. ആ ബ്രഹ്മം തന്നെ ഗുരു. ഈ പ്രപഞ്ചത്തിൽ ഓരോന്നും നമുക്ക് ഗുരുവാണ്. നാം ജനിച്ചു വീണ് ആദ്യം മാതാവും പിതാവും പിന്നീട് നമുക്ക് ആദ്യാക്ഷരം കുറിച്ചു തന്ന ആശാൻ തുടങ്ങി ആത്മവിദ്യയെ ഉപദേശിച്ച മഹാഗുരു വരെ ഒരുപോലെ മഹത്വമുള്ളവരാണ്. അക്ഷരം എഴുതാൻ നമ്മൾ പഠിച്ചില്ല എങ്കിൽ എങ്ങനെയാണ് നമ്മൾ വലിയ കാവ്യങ്ങൾ വായിക്കുക? അപ്പോൾ ആ അക്ഷരം പഠിപ്പിച്ച ആൾ മുതൽ ഓരോ പാഠങ്ങളും നമുക്ക് ചൊല്ലിത്തന്ന ഓരോരുത്തരും മഹത്തുക്കളാണ്. ഈ പ്രപഞ്ചം നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങളെ, അറിവിനെ സ്വീകരിക്കണമെങ്കിൽ ശിഷ്യനും യോഗ്യതയുള്ളവനായിരിക്കണം. ഗുരുപൂർണിമ ദിനം നമുക്ക് ഗുരുവിനെ വന്ദിക്കാനോ സ്മരിക്കാനോ മാത്രമുള്ളതല്ല, നാം എത്ര നല്ല ശിഷ്യനാണ് എന്ന് നമുക്ക് ചിന്തിക്കാൻ കൂടിയുള്ളതാണ്. അപ്പോൾ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ ഗുരുപാദങ്ങളിൽ സമർപ്പിതമായി മുന്നോട്ട് നീങ്ങി ആ കൈപിടിച്ച് ഈ സംസാര സാഗരത്തെ കടക്കാൻ നമുക്ക് സാധിക്കണം. സദ്ഗുരു പ്രാപ്തിക്കായി ദാഹിച്ചിരിക്കുന്ന എല്ലാ മുമുക്ഷുക്കൾക്കും അതിശീഘ്രം അതിനുള്ള അവസരമുണ്ടാകട്ടെ. ശ്രീ ഗുരുഭ്യോ നമഃ.